ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് SPYSS NYC മലയാളം ഓൺലൈൻ ഭഗവത്ഗീത പഠനത്തിന്റെ 141ാമത് ദിവസമാണ്. ഇന്ന് ചാപ്റ്റർ 15 പുരുഷോത്തമ യോഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ പഠന ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള നിഷാക്ക, രാജലക്ഷ്മിയക്ക, രമാക്ക, സരസ്വതി ഡിയക്ക, പ്രിജിതാക്ക, സരോജിനി കെയക്ക, ഗംഗ ആറക്ക, സരോജിനിയക്ക ആൻഡ് ഗിരിജ ആറക്ക, എല്ലാവരെയും സ്നേഹപൂർവം ആദരപൂർവം സ്വാഗതം ചെയ്തുകൊള്ളും. കൂടാതെ ഏറെ ആദരണീയനായ ഗോപണ്ണൻ, ഇവിടെ എത്തിയിട്ടുള്ള ഈ പഠന ക്ലാസ് ശ്രവിക്കാനും പഠിക്കാനും എത്തിയിട്ടുള്ള എല്ലാ യോഗ ബന്ധുക്കൾക്കും ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യും. ആദ്യമായി ധ്യാന ശ്ലോകത്തിനായി നിഷാക്കെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഹരി ഓം. നിഷാക്ക. ഹരി ഓം അക്ക. ഓം നമോ നാരായണായ. ഓം ശ്രീ പരമാത്മനെ നമഃ. ഭഗവത്ഗീത ധ്യാനം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന കൃതിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു ദേവ്യാസ വിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതം മൃദതുഹേ നമഃ. ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃദതുഹേ നമഃ. സർവോപനിഷിതോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാതോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാജേ ധൃതജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃതേണ മഹനീ കർണേന വേലാകുല. അശ്വത്ഥാമ വികർണഘോരമഹര ദുര്യോധനാവർദ്ധിനി സോതീർണാ ഖലു പാണ്ഡവൈരണനധി കൈവർത്തക കേശവഃ. പരാശര്യ സരോജമമലം ഗീതാതഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേഭീയമാനം മുധാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിനേ ശ്രേയസേ. മൂഢം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്വന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതഹൃദയേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഹരി ഓം. ഹരി ഓം. ചാറ്റിംഗ് റിവിഷൻ ചെയ്യുന്നത് ശ്ലോകം 1, 2, 3 രാജലക്ഷ്മിയൊക്കെയാണ്. ചാറ്റിംഗ് ഗൈഡൻസ് നൽകുന്നത് രമയൊക്കെയുമാണ്. രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. രാജലക്ഷ്മിയൊക്ക. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും സന്ധ്യാവന്ദനം. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ പഞ്ചദശോധ്യായഃ പുരുഷോത്തമയോഗഃ. ഊർധ്വമൂലമഥ ശാഖം
അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിദ് അധശ്ചോർധ്വം പ്രസുതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാളാഃ അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുഗന്ധീനി മനുഷ്യലോകേ ന രൂപമസ്യേഹ തതോപലിപ്യതേ നാതോ ന ചാർദിന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. ഹരി ഓം. ഹരി ഓം രമാക്ക. ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭഗവത്ഗീത. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥഃ പഞ്ചദശോऽധ്യായഃ പുരുഷോത്തമയോഗഃ. അടുത്തതായി നമുക്ക് 4-ാമത്തെ ശ്ലോകം തുടങ്ങാം. തതഃ പദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ. തതഃ പദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ. തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യത പ്രവൃത്തി പ്രസൃതാ പുരാണി. തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യത പ്രവൃത്തി പ്രസിദാ പുരാണി. തതഃ പദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ. തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥ പ്രവൃത്തി പ്രസൃതാ പുരാണി. തതഃ പദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ. തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യത പ്രവൃത്തി പ്രസിദാ പുരാണി. അടുത്തതായി ശ്ലോകം 5. നിർമാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യാ വിനിവൃത്തകാമാഃ. നിർമാനമോഹാജിതസംഗദോഷാഃ അധ്യാത്മനിത്യാ വിനിവൃത്തകാമാഃ. ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസംജ്ഞൈഃ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസംജ്ഞൈഃ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. നിർമാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യാ വിനിവൃത്തകാമാഃ. ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസംജ്ഞൈഃ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. ഒക്കെ മുഴുവനായിട്ട് വായിക്കും. നിർമാനമോഹാജിതസംഗദോഷാഃ ആധ്യാത്മനിത്യാ വിനിവൃത്തകാമാഃ. ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസംജ്ഞൈഃ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. അടുത്തതായി ശ്ലോകം 6. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ.
ശ്ലോകം 6 കഴിഞ്ഞു. നമുക്ക് വ്യാഖ്യാനം ശ്രദ്ധിക്കാം. ഹരി ഓം. എക്സ്പ്ലനേഷനായി പ്രജിതാക്കെ ക്ഷണിച്ചോളുന്നു. ഹരി ഓം. 4ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, തത്പദം തത് പരിമാർഗിതവ്യം തത് അനന്തരം തത്പദം, ആ പദത്തെ പരിമാർഗിതവ്യം അന്വേഷിച്ച് ഏത് പദത്തിലാണോ യസ്മിൻ ഗത നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്, ഭൂയാ നിർവദന്തി, വീണ്ടും തിരിച്ചു വരുന്നില്ല, ആ പദത്തിൽ നിന്ന് ഒരു തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പദത്തിലെത്തിയാൽ, ആ പദത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ആ പരമമായ പദത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരും ആശ്രയമായിട്ട് ആവശ്യമില്ല. അല്ല, ആ പദത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആ പദത്തിലേക്കാണ് നാം നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടേണ്ട. പ്രബദ്ധി തം ഏവ, അദ്ദേഹത്തെ തന്നെ, ആദ്യ പുരുഷനായ അദ്ദേഹത്തെ തന്നെ ശരണം പ്രബദ്ധി, ശരണം പ്രാപിക്കുക. അപ്പോൾ അവിടെ പ്രവൃത്തി പ്രസ്തുത പുരാണി, വിസ്തൃതമായിരിക്കുന്ന ചിരന്തനമായ പുരാതനമായ ആ പദത്തിൽ നിന്നാണ് എന്താണ് എല്ലാ പ്രവർത്തികളും വരുന്നത്. അപ്പോൾ ആ പദത്തിൽ എത്തിക്കഴിഞ്ഞാൽ, നമുക്ക് ആ പരമമായ പദത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ പരമമായ പദത്തിൽ നിന്നാണ് എല്ലാ പ്രവർത്തികളുടെയും ഉത്ഭവം. അപ്പൊ നമ്മുടെ മനസ്സ് പരമമായ പദത്തിൽ നിന്നാണ് വന്നത്, അല്ലെ? അങ്ങനെയുള്ള ആ മനസ്സിനെ ആ പരമമായ പദത്തിൽ തന്നെ നമ്മൾ വിടണം. എവിടെ നിന്നാണോ അത് വന്നത്, പരമമായ പദത്തിൽ നിന്നാണ് മനസ്സ് വന്നത്, ആ പരമമായ പദത്തിലേക്ക് തന്നെ മനസ്സിനെ വിടുക എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ആ മനസ്സിനെ ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോരുക എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു വൃക്ഷത്തോട്, ഇവിടെ നേരത്തെ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ കണ്ടു, വൃക്ഷത്തോടെയാണ് ഉപമിച്ചിരിക്കുന്നത്, അല്ലെ? വൃക്ഷത്തിന്റെ വേരുകൾ ഭൂമിയിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ആ വൃക്ഷത്തെ ദൃഢമാക്കുന്നത് ആ വേരുകളാണല്ലേ. അത് ഭൂമിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് സ്പ്രെഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു സ്ഥലത്ത് മാത്രമല്ല ഉണ്ടാവുന്നത് വലിയ വൃക്ഷത്തിന്റെ വേരുകളൊക്കെ, പല സ്ഥലത്തേക്ക് അത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്, അല്ലെ? അപ്പോൾ ആ ദൃഢമായി കിടക്കുന്ന ഭൂമി, ആ ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ, നമ്മൾ സ്ഥൂലഭാവത്തിലാണ് ഭൂമിയെ നോക്കുന്നതെങ്കിൽ അത് സ്റ്റാഗ്നന്റ് ആണത്, നിശ്ചലമാണ്, അല്ലെ, അത് അനങ്ങുന്നില്ല. പക്ഷെ സൂക്ഷ്മതലത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിക്ക് അനക്കമുണ്ട്, കറക്കമുണ്ട്, അല്ലെ? അത് സ്വയം കറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യനെയും പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ കറക്കം നമുക്ക് അനുഭവപ്പെടുന്നില്ല, അല്ലെ? കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയതാണ്, അല്ലെ? അത്ര വലിയ ഒരു ഭൂമിയുടെ കറക്കം നമുക്ക് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ആ ഒരു സ്പീഡിലാണ് ഭൂമി കറങ്ങുന്നത്. ഭഗവാൻ ഒരു ദിവസം വിചാരിക്കുകയാണ് കുറച്ചും കൂടി സ്പീഡ് കൂട്ടാം ഭൂമിയുടെ കറക്കത്തിലാണെന്ന് വിചാരിച്ചാൽ നമുക്ക് തല കറങ്ങി പോകും, അല്ലെ? അതുകൊണ്ട് ഭഗവാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തില്ല. അതേ സ്പീഡിൽ എപ്പോഴും ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ അറിയുന്നില്ല തന്റെ പ്രവർത്തികൾക്കൊക്കെ, ഞാൻ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ശക്തി നൽകുന്നത് ഭഗവാൻ എന്ന പരമമായ ആ പുരുഷനാണ് എന്നുള്ള കാര്യം മനുഷ്യൻ മറക്കുന്നു എന്നാണ് പറയുന്നത്. ആ പുരുഷനിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കുക. അപ്പൊ പുരുഷൻ പ്രപദ്യേ, ആ മഹാപുരുഷനാണ് നമുക്ക് ശരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി 5ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ആ ശ്രദ്ധ തിരിക്കുക എന്ന് പറഞ്ഞു 4ാമത്തെ ശ്ലോകത്തിൽ. ആർക്കാണ് ശ്രദ്ധ തിരിക്കാൻ സാധിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെ? ആർക്കാണ് പരമമായ ശാശ്വതമായ ദിവ്യമായ ആ സാമ്രാജ്യം പ്രാപിക്കാൻ കഴിയുന്നത്, ആർക്കാണ് എന്നാണ് പറയുന്നത്. നിർമ്മാനമോഹ ജിതസംഗദോഷ, അല്ലെ? നിർമ്മാനമോഹ, അതായത് പിടിവാശിയുള്ള സ്വഭാവം നമ്മൾ ആദ്യം ഒഴിവാക്കണം, അല്ലെ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കുണ്ടാക്കുന്നത്, കലഹം ഉണ്ടാക്കുന്ന ആ സ്വഭാവങ്ങൾ ഒഴിവാക്കണം. എല്ലാം അറിയുമെന്നുള്ള ആ ഒരു ഭാവം അതും ഒഴിവാക്കണം. എല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹം നമ്മൾ വളർത്തിയെടുക്കണം, അല്ലെ? ജിജ്ഞാസ നമ്മൾ വളർത്തിയെടുക്കണം, വിനയം ഉണ്ടാകണം. എന്നിട്ടോ ജിതസംഗദോഷ, ആലസ്യം, മടി എന്നിവയൊക്കെ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് ജീവിതത്തെ എങ്ങനെ കൊണ്ടുവരണം? അധ്യാത്മനിത്യ, അല്ലെ? സ്വഭാവത്തെ ഭഗവാനിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അധ്യാത്മം എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്, അല്ലെ? 8ാം അധ്യായത്തിൽ. അക്ഷരം പരമം ബ്രഹ്മ സ്വഭാവോ അധ്യാത്മമുച്യതേ. അക്ഷരം ബ്രഹ്മമാണ്, അല്ലെ? സ്വഭാവം അധ്യാത്മമാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ സ്വഭാവം എവിടെയാണ് ഇരിക്കുന്നത്? മനസ്സിലാണ്. മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്? മനസ്സ് നമ്മുടെ ശരീരത്തിലാണുള്ളത്, അല്ലെ? അപ്പോൾ നമ്മൾ സ്വഭാവം നമ്മുടെ മനസ്സിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. അപ്പൊ കാമങ്ങളിൽ നിന്നും ലോഭങ്ങളിൽ നിന്നും വിദ്വേഷങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവരണം മനസ്സിനെ. സമബുദ്ധി കൈവരിക്കണം. അപ്പൊ ദ്വന്ദ്വ വിമുക്ത എന്നാണ് പറഞ്ഞത്. ദ്വന്ദ്ങ്ങളിൽ നിന്ന്, അതായത് സുഖവും ദുഃഖവും, അത് ദ്വന്ദ്വം ആണ്, അതിലെ രണ്ടാണത് വാക്ക്. ജയപരാജയങ്ങൾ,
അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ അങ്ങനെയുള്ള അത് ജീവിതത്തിൽ നമ്മൾ സംഭവിക്കുമ്പോൾ പരമമായ ആ പുരുഷപദത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ശാശ്വതമായ ആ പരമമായ പദം ആ സാമ്രാജ്യത്തെ കൈവരിക്കണമെങ്കിൽ ജീവിതത്തെ അനുകൂലമായാലും ജയപരാജയങ്ങൾ വന്നാലും സുഖദുഃഖങ്ങൾ വന്നാലും അനുകൂലമായാലും പ്രതികൂലമായാലും അതിനെ സമബുദ്ധിയോടെ നോക്കിക്കാണുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ജീവിതവും നമുക്ക് മറ്റൊരാൾ പറഞ്ഞു തരുന്ന ജീവിതവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പോൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കുക, സമബുദ്ധി കൈവരിക്കുക, അമിതമായി പ്രതികരിക്കാതിരിക്കുക അതിനോടും അല്ലെ. പ്രഹ്ലാദന്റെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അല്ലെ. പ്രഹ്ലാദനെ ഹിരണ്യകശിപു ഒരുപാട് ഉപദ്രവിച്ചു അല്ലെ, ദ്രോഹിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം അതിനൊന്നും പ്രതികരിക്കാൻ പോയില്ല അല്ലെ. പ്രഹ്ലാദൻ എന്ന വാക്കിനർത്ഥം പ്രകൃതേന ആഹ്ലാദം എന്നാണ് അല്ലെ. അപ്പോ അദ്ദേഹം അച്ഛൻ ഉപദ്രവിക്കുമ്പോഴൊക്കെ അച്ഛനോട് പറയുകയാണ് ശ്രവണം കീർത്തനം വിഷ്ണു എന്നാണ് പറയുന്നത് അല്ലെ. വിഷ്ണുവിനെ ശ്രവിക്കൂ അല്ലെ, ശ്രവണം, ആ നാരായണനെ ഭജിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആത്മനിവേദനം, നാരായണൻ എന്ന ശക്തി അത് വലിയൊരു ശക്തിയാണ്. നമ്മൾക്കെല്ലാം എന്റെ അന്തരാത്മാവായിട്ട് ഞാൻ കരുതുന്നത് നാരായണനെയാണ്. ആ നാരായണനെ ശരണം പ്രാപിക്കൂ എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ശക്തിയിൽ ആ മനസ്സിനെ അത് ഉറപ്പിച്ചു നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് എത്ര ദ്രോഹിച്ചിട്ടും മറ്റുള്ളവർ എത്ര ദ്രോഹിച്ചിട്ടും അദ്ദേഹത്തിന് ഒന്നും തന്നെ സംഭവിച്ചില്ല അല്ലെ. അപ്പോൾ ബാഹ്യശക്തികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മുഖ്യമായ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് കഴിയാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക അല്ലെ, ഭഗവാനിലേക്ക് പിടിച്ചു നിർത്തുക. അപ്പോൾ എന്ത് വന്നാലും എന്ത് ഉപദ്രവങ്ങളും കഷ്ടപ്പാടുകളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതിനൊക്കെ ഒരു ഭഗവത് പ്രസാദമായി കാണുക അല്ലെ. നമ്മളൊരു ചെടി നട്ടു വളർത്തി എന്ന് വിചാരിക്കാം. ആ ചെടിയെ അയൽവാസികളുടെ പശു ആടും വന്ന് തിന്നു കഴിഞ്ഞാല് അല്ലെ, അയൽവാസിനെ ചീത്ത വിളിച്ചതുകൊണ്ടോ പശുവിനെ കല്ലെറിഞ്ഞത് കൊണ്ടോ എന്താണ് കാര്യം? ഇല്ല, ആ ചെടി നശിച്ചു കഴിഞ്ഞു. പക്ഷെ ആ ചെടിയെ, നമ്മൾ നട്ട ചെടിയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് അല്ലെ. അതിനൊരു വേലി കെട്ടി പശുവിൽ നിന്ന് ആടിൽ നിന്നും സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ അതിന്റെ ആ സംരക്ഷണ ചുമതല നമ്മളുള്ളിടത്തോളം കാലം മറ്റുള്ളവരെ നമ്മൾ ചീത്ത വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ ഉറപ്പിച്ചു നിർത്തിയാൽ പല ഭാഗ്യശക്തികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് ഈ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് പരമമായ പദത്തിൽ അല്ലെ, പരമമായ പദം പറഞ്ഞു അവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്, അവിടേക്കാണ് നമ്മൾ എപ്പോഴും എത്താൻ ശ്രമിക്കേണ്ടത്. ആ പരമമായ സ്ഥലത്ത് സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെ? സൂര്യൻ എന്ന് പറയുന്നത് ഈ ലോകത്ത് മുഴുവനും പ്രകാശം പരത്തുന്ന ഒരാളാണ് സൂര്യൻ അല്ലെ. അപ്പൊ രാത്രി സൂര്യൻ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ വൈദ്യുതിയും വേറെ അഗ്നിയും വിളക്കൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോ അത് നമുക്ക് പ്രകാശം നൽകുന്നു രാത്രികാലങ്ങളിൽ. സൂര്യന്റെ പ്രകാശത്തെയും മറ്റുള്ള പ്രകാശത്തെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കണ്ണുള്ളത് കൊണ്ടാണല്ലേ. ആ കണ്ണിന് ശക്തി നൽകുന്നത് ആരാണ്? ഒരു ചൈതന്യമാണ് അല്ലെ. അപ്പോൾ ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കാണാൻ, സൂര്യൻ വെളിച്ചം ഉണ്ടായാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ചൈതന്യത്തിന്റെ ശക്തിയാണ്. അപ്പോൾ കണ്ണിന്റെ ശക്തിയല്ല, ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന്റെ ശക്തിയാണത്. ആ ചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നു. ആ ചൈതന്യത്തിനെ ആരും പ്രകാശിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സൂര്യന് പ്രകാശിപ്പിക്കാൻ കഴിയില്ല ആ ചൈതന്യത്തെ. ആ ചൈതന്യം സ്വയം പ്രകാശിക്കുകയാണ് അല്ലെ. സ്വയം പ്രകാശിക്കാനുള്ള ഒരു ശക്തി ആ ചൈതന്യത്തിനുണ്ട്. അവിടെ സൂര്യന്റെ ആവശ്യമില്ല. അപ്പൊ ആ പരമമായ പദത്തിൽ സൂര്യൻ പ്രകാശിപ്പിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ വേറൊന്നും കൂടി പറയുന്നുണ്ട്, നാ ശശാങ്ക എന്ന് പറയുന്നുണ്ട്. അതായത് ചന്ദ്രനും അവിടെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. ചന്ദ്രൻ തീരെ കഴിയുകയില്ല. എന്ന് വെച്ചാൽ ചന്ദ്രന്റെ പ്രകാശം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ലോൺ എടുത്തതാണ് ചന്ദ്രൻ. അതിന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. സൂര്യന്റെ റിഫ്ലക്ഷൻ ആണ് ചന്ദ്രന്റെ പ്രകാശം. അപ്പോൾ ചന്ദ്രന് തീരെ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അഗ്നിക്കും പറ്റുകയില്ല, വൈദ്യുതിക്കും പറ്റുകയില്ല. പരമമ്മ, എന്റെ പരമമായ പദം അവിടെ എത്തിയാൽ ഞാൻ നിവർത്തതെ, ഈ സംസാര ലോകത്തിലെ ഈ ഭൗതിക ലോകത്തേക്കിനൊരു തിരിച്ചു വരവില്ല. ആ പരമമായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ, ആ വൈകുണ്ഠം എന്ന ഒരു പദം അല്ലെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരവ് ആവശ്യമില്ല. അതാണ് പരമമായ പദം. അവിടെ എത്താൻ ഒരുപാട് കഷ്ടങ്ങളുണ്ട്, നമ്മൾ ഒരുപാട് മെനക്കേണ്ടതായിട്ടുണ്ട്. ആ പരമമായ പദത്തിലെത്താൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരവ് ആരും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉജ്ജ്വലമായ വാക്കുകളല്ലേ. ഒരു വിഗ്രഹത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ആളല്ല കൃഷ്ണൻ എന്ന് പറയുന്നത് അല്ലെ. വളരെയധികം മനുഷ്യ ജീവിതത്തെ നോക്കിക്കണ്ട ഒരു മഹാത്മാവാണ് അദ്ദേഹം അല്ലെ. അത് ഇവിടെ അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ജീവിതത്തെ പറ്റിയല്ലേ. വാട്ട് ഈസ് ലൈഫ്, ഒരു റിയൽ ലൈഫ് എന്താണെന്ന് അർജുനന് ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ അല്ലെ. അപ്പൊ നമ്മള് മനസ്സിലാണ് ആ പരമപുരുഷനുള്ളത് അല്ലെ. മനസ്സ് ആകർഷിക്കുന്നത് പ്രകൃതിയെയാണ് അല്ലെ.
ആ പ്രകൃതി സന്തോഷിക്കുന്നത് എപ്പോഴാണ്? പങ്കുവയ്ക്കുമ്പോഴാണ്. പ്രകൃതി എല്ലാം പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. പ്രകൃതിക്ക് അതായത് വെളിച്ചം, വെള്ളം, വായു എന്നിവയൊക്കെ പ്രകൃതി ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രകൃതി ഒന്നും തന്നെ പിടിച്ചു വെക്കുന്നില്ല അല്ലെ. ഒരു സ്ഥലത്ത് ജലം കെട്ടിക്കിടന്നു നിന്നാൽ അത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അഴുക്കുണ്ടാകും അല്ലെ, അത് മലിനമാകും. അതുപോലെ തന്നെ പൊടിപടലങ്ങൾ, ചപ്പുചവറുകളൊക്കെ എവിടേക്ക് കൂടിക്കിടന്നാലും അതും രോഗങ്ങൾ പരത്തും. അപ്പോൾ പ്രകൃതി എല്ലാം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. എടുത്തു വെക്കുന്ന ഒരു സ്വഭാവം പ്രകൃതിക്കില്ല അല്ലെ. നമ്മളെ തന്നെ പങ്കുവയ്ക്കുക എന്നാണ് പറയുന്നത്. അതായത് ആത്മസമർപ്പണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതല്ല. അത് നമ്മൾ ഗോപികമാരുടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലെ. എല്ലാം വിട്ട്, വീടും കുടുംബവും അതുപോലെ തന്നെ എല്ലാം ഉറ്റവരെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, സ്വന്തം തന്നെ അവരെ സ്വയം മറന്നുകൊണ്ടാണ് അവർ കൃഷ്ണനിലേക്ക് സമർപ്പണം നടത്തിയത് അല്ലെ. കാമസുന്ദര കൃഷ്ണ അല്ലെ, പാഹി സർവദ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ സമർപ്പണത്തിൽ അവർക്ക് ആ പദം, ആ പരമമായ പദം ഗോപികമാർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉദ്ധവർ ഒരു പ്രാവശ്യം പറയുകയുണ്ടായി അല്ലെ, വൃന്ദാവനത്തിൽ വന്നപ്പോൾ, ഈ ഗോപികമാരുടെ പാദസ്പർശമേറ്റ ഈ വൃന്ദാവനത്തിലെ ഒരു പുലുക്കിടിയായി ഇനി അടുത്ത ജന്മത്തിൽ എനിക്ക് ജനിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രക്ക് ആ പരമമായ പദത്തിലേക്ക് ആ ഗോപികമാർ എത്താൻ കാരണം അവരുടെ ആത്മസമർപ്പണമാണ് അല്ലെ, ഭഗവാനോടുള്ള ആ ഭക്തിയാണ്. മനസ്സിനെ അവർ ഭഗവാനിലേക്ക് തിരിച്ചുവിട്ടു. അപ്പോൾ കൃഷ്ണലോകം എന്നറിയപ്പെടുന്ന ഗോകുല വൃന്ദാവനം പ്രകാശം, അവിടെ പ്രകാശം പരത്തിയത് സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ മറ്റു ഗ്രഹങ്ങളോ ഒന്നും തന്നെയല്ല. അവിടെ പ്രകാശം, അവർ സ്വയം പ്രകാശിക്കുകയായിരുന്നു. അവിടുത്തെ ഓരോ ഗ്രഹങ്ങളും ഓരോ ജീവജാലങ്ങളും അവിടെ സ്വയം പ്രകാശിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നു ഭഗവാന്റെ സാന്നിധ്യത്തിൽ അല്ലെ. ആ ചൈതന്യത്തിൽ അവിടുത്തെ ഓരോ ആത്മാക്കളും സ്വയം പ്രകാശിച്ചു അല്ലെ. ആ ഭഗവാന്റെ പരമമായ പദം അതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതം നമുക്ക് ലഭ്യമാകണമെങ്കിൽ അല്ലെ, ധന്യമാകണമെങ്കിൽ നമ്മൾ മനസ്സിനെ ലയിപ്പിക്കണം. എന്താണ്? ബ്രഹ്മലയം, സർവം ബ്രഹ്മലയമാക്കണം എന്നാണ് പറയുന്നത് അല്ലെ. പുറമേ കിട്ടുന്ന സുഖങ്ങളൊക്കെ, ഈ ഭാഗ്യ സുഖങ്ങളൊക്കെ നമുക്ക് താൽക്കാലികമാണ്. അത് ഒന്നും നിലനിൽപ്പില്ല അതിന് അല്ല. ഗൾഫിലുള്ള ഭർത്താവ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു സുഖം നൽകും അല്ലെ. തിരിച്ചു പോയി കഴിഞ്ഞാൽ ദുഃഖമാണ്. അതുപോലെ തന്നെ മക്കൾ വീട്ടിൽ വന്നാൽ അച്ഛനമ്മമാർക്ക് അത് സുഖം നൽകും. ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ അല്ലെ എല്ലാവർക്കും നമുക്ക് സുഖം നൽകുന്നുണ്ട്. അത് ചില ആഘോഷങ്ങൾ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നടക്കുമ്പോൾ സുഖമാണ്, പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദുഃഖമാണ് നമുക്കല്ലെ. എല്ലാ സുഖങ്ങളും അല്ലെ, നമുക്ക് ഭാഗ്യമായി കിട്ടുന്ന എല്ലാ സുഖങ്ങളും അല്ലെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് തല്ലുന്നത് ദുഃഖങ്ങളാണ്. അപ്പോൾ ആ ഭഗവാന്റെ ആ പദം അല്ലെ, ഭഗവാന്റെ സാന്നിധ്യത്തിൽ കിട്ടുന്ന ആ സുഖം, അവിടെ ഒരു ദുഃഖവുമില്ല. അതെന്നും സുഖകരം തന്നെയാണ്. മനസ്സിനെ ഭഗവാനിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മസുഖം നൽകൂ എന്നാണ്, ആത്മസുഖം കിട്ടുമെന്നാണ് പറയുന്നത് അല്ലെ. ആത്മം ഈശ്വരം പ്രിയം, അതാണ് പരമമായ പുരുഷോത്തമ പദം, പുരുഷപദം എന്നാണ് ഇവിടെ പറയുന്നത്. ഹരി ഓം. ഹരി ഓം. അടുത്ത ശ്ലോകം 7, 8, 9 റെപ്പറ്റീഷൻ ഓഫ് ചാറ്റിങ്ങിനായി സരോജിനി കെ ഒക്കെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. അടുത്തതായി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. മമൈവാംശോ ജീവലോകേ ജീവഭൂതഃ സനാതനഃ. മമൈവാംശോ ജീവലോകേ ജീവഭൂതഃ സനാതനഃ. മനഃഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മനഃഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകേ ജീവഭൂതഃ സനാതനഃ. മനഃഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകേ ജീവഭൂതഃ സനാതനഃ. മനഃഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. അടുത്തതായി ശ്ലോകം 8. ശരീരം യദവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വരഃ. ശരീരം യദവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വരഃ. ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ഗൃഹീത്വൈതാനി സംയാതി
വായുർഗന്ധാനി വാശയാത്. ശരീരം യദവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ശരീരം യദവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. അടുത്തതായി ശ്ലോകം 9 നോക്കാം. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച. ശ്രോതം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച. അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച. അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച. അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ഹരി ഓം. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം. ഹരി ഓം. ഹരി ഓം. എക്സ്പ്ലനേഷനായി ഗംഗ ആറാക്കി ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. ഹരി ഓം. നമ്മള് ഇപ്പോ ഈ 4, 5, 6 ശ്ലോകങ്ങൾ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഉള്ളില് നാമായിട്ടിരിക്കുന്ന ആ ഒരു ജീവാത്മബോധത്തിന് ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. എങ്കിൽ എങ്ങനെയാണ് നാം ഈ ലോകത്തില് എനിക്കിതൊക്കെ വരുന്നുണ്ട്, ഞാൻ ഇങ്ങനൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് എങ്ങനെയാ തോന്നുന്നത്? അതിന്റെ ഉത്തരമാണ് 7ാമത്തെ ശ്ലോകത്തില് പറയണത്. മാമൈ വംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ഠാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ജീവലോകെ, ഈ ജന്തുലോകത്തില് ജീവഭൂത, ജീവൻ എന്ന ഒരു വസ്തുവായിട്ട് അറിയപ്പെടുന്ന ഭഗവാന്റെ തന്നെ സ്വരൂപമായ, എന്റെ തന്നെ സ്വരൂപമായ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ആ ഒരു ജീവാത്മാവ് പ്രകൃതിയുടെ ഭാഗങ്ങളാണ്. എന്തൊക്കെ? മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ പ്രകൃതിയുടെ ഭാഗങ്ങളാണ്. അപ്പം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ദ്രിയങ്ങൾ ഉള്ളത്. ആ ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അപ്പൊ ആ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാണ് ഷഷ്ഠാനി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഈ ജീവാത്മസ്വരൂപം, അതായത് ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജീവാത്മസ്വരൂപം തന്നിലേക്ക് ആകർഷിച്ചെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയെന്നറിയോ? ഇപ്പൊ ഫാന് കറങ്ങുന്നുണ്ട്. ഫാൻ എങ്ങനെയാ കറങ്ങണ? വൈദ്യുതി പാസ് ചെയ്തിട്ട് ആണ് ആ ഫാനിന്റെ ആ ഉപകരണത്തിലേക്ക് വന്നിട്ടാണ് അത് കറങ്ങണത്. അതേമാതിരി തന്നെ നമ്മള് മിക്സിയില് സാധനങ്ങളൊക്കെ ഇട്ട് പൊടിക്കുന്നുണ്ട്. അതും അതെ, ഇലക്ട്രിസിറ്റി എന്താ ചെയ്യണത്? ഇലക്ട്രിസിറ്റി ആ മിക്സിയുടെ ഉള്ളിലേക്ക് വന്നിട്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി തരികയാണ്. അപ്പൊ അത് സാധനങ്ങൾ അരച്ചു കിട്ടും, പൊടിച്ചു കിട്ടും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതേപോലെ ഇവിടെ ഒരു മായാനാടകം ആടണമെന്നുണ്ടെങ്കിൽ, ഭഗവാന് ഒരു മായാനാടകം നമ്മളിൽ കൂടെ ആടണമെന്നുണ്ടെങ്കിൽ ഈ ചലിക്കുന്ന പോലെ, ഇപ്പൊ ഈ ഇതിനെയൊക്കെ ചലിപ്പിച്ചില്ലേ, അതുപോലെ ഏറ്റക്കുറച്ചിലൊക്കെ ഉള്ള ഒരു ഉപാധിയിലൂടെ കടത്തിവിടണം. ആർക്കാ ഏറ്റക്കുറച്ചിലുള്ളത്? നമ്മുടെ ശരീരത്തിന്. അപ്പൊ അതിനുള്ളിൽ കൂടെ കടത്തിവിടും. അങ്ങനെ ഈ ജീവാത്മാവ് ഈ ഇന്ദ്രിയങ്ങളും മനസ്സുമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ ലോകത്ത് വ്യവഹരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സുഖാണ്, ദുഃഖാണ്, അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയാ അതൊക്കെ അനുഭവം വരുന്നത്? ഇപ്പൊ ഒരു സ്ഫടികം,
ശുദ്ധ സ്ഫടികം. ആ സ്ഫടികത്തിന്റെ അടുത്ത് നമ്മൾ നല്ല നിറമുള്ള ഒരു സാധനം കൊണ്ടുവയ്ക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പൊ എന്താ ഉണ്ടാവുക? ആ സ്ഫടികത്തിന് ആ നിറം ഉണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പം അതെല്ലാം ഉദാഹരണമായിട്ട് പറയണം കേട്ടോ അതില്. അപ്പം ജീവനിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ മനസ്സാണ് എന്ത് ബന്ധവും മോക്ഷവും ഉണ്ടാക്കുന്നത് മനസ്സാണ്. മനസ്സ് എവിടേക്ക് ബന്ധിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ മോക്ഷം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കാൻ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ ഉയർത്തപ്പെടും. അപ്പൊ നമ്മൾ മനസ്സ് ലോകത്തിലേക്ക് തിരിച്ചാണോ വെച്ചത്, എന്താ ഉണ്ടാവുക? നമുക്ക് സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, മാനാപമാനങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ നമ്മളിങ്ങനെ ഉഴന്നൊഴന്ന് നടക്കും. അപ്പൊ എങ്ങനെയാണ് മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിക്കേണ്ടത് എന്ന് കുറേ പ്രാവശ്യം ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിരവധി ശ്ലോകങ്ങളിലൂടെ സ്വാമി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ മനനം ചെയ്ത് മനസ്സ് ഭഗവാനിൽ തന്നെ അർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളുടെ ഈ ഒരു മിനിറ്റ് നമ്മളുടെ ഈ ഗർഭാവസ്ഥയിൽ തന്നെ എന്താ ഉണ്ടാവുന്നത്? ഗർഭാവസ്ഥയിൽ തന്നെയാണ് ജീവൻ മാംസം അസ്ഥിമയമായ സ്ഥൂല ശരീരത്തിലേക്ക് കടന്നു ചെല്ലും, അല്ലെ? ജീവൻ ഈ ഗർഭത്തിൽ നിന്ന് തന്നെ കടന്നു ചെല്ലുണ്ടല്ലോ. എന്നിട്ട് ഈ ലോകത്തില് നിരന്തര സമ്പർക്കം ചെയ്യും. നമ്മള് കുഞ്ഞ് വയറ്റിലാവുമ്പോ തന്നെ ലോകവുമായിട്ട് അതിന് ബന്ധമുണ്ട് നമ്മൾ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളിലുള്ള ആ വാസനകളൊക്കെ, കർമ്മവാസനകളൊക്കെ വെച്ച് നമ്മൾ ജനിക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മളുടെ വിധിക്കപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് മരണം സംഭവിക്കുമ്പോ ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങൾ വഴി നമ്മൾ ചെയ്തു കൂട്ടിയ വാസനകളും വിഷയസുഖങ്ങളും അതെല്ലാം മനസ്സും കൊണ്ട് നമ്മളടുത്ത എന്താ പറയാ മറ്റേ ഇഹലോകത്തിലേക്ക് പോവും, അല്ല പരലോകത്തിലേക്ക് പോവും, പരലോകത്ത് നിന്ന് തിരിച്ച് ഇഹലോകത്തിലേക്കും വരും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകം വഴി നമ്മളോട് പറയണത്. അതായത് മാമൈ വംശോ ജീവലോകേ ജീവഭൂത സനാതന. ഇവിടെ സനാതനമായിട്ടുള്ള ആ ജീവഭൂതത്തിനെ നമ്മൾ മനസ്സിലാക്കണം. മനഃഷ്ടാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മനസ്സും ഇന്ദ്രിയങ്ങളും കൂടിയിട്ട് പ്രകൃതിയോട് ചേർന്ന അതിനെ ആകർഷിക്കാനുള്ള വഴിയാണ് നോക്കണത്. അതിനെ ആകർഷിച്ചാൽ എന്താ ഉണ്ടാവുക? നമുക്ക് ഇങ്ങനെ ജനന മരണങ്ങളോടങ്ങനെ നടക്കാം. അതേസമയം മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ചാൽ എന്താ ഉണ്ടാവുക? ഉള്ളിലേക്ക് തിരിച്ചാൽ നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് പോവും. നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള വഴി തുറന്നു കിട്ടപ്പെടും. അടുത്ത ശ്ലോകം, 8ാമത്തെ ശ്ലോകം. ശരീരം യദ്വാപ്നോതി യച്ഛാപ്യുത്ക്രമാദീശ്വര ഗൃഹീതൈതാനി സംയാതി വായുർഗന്ധ നിവാശയാത്. ആ 8ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയണത് ഈ ദേഹത്തിന്റെ രക്ഷിതാവ് ആരാണ്? ബോധസ്വരൂപനായ ജീവൻ. അപ്പൊ അത് ഏതിനെയാണ് പ്രാപിക്കുന്നത്? ഇപ്പോ ഒരു പൂവ്, ഈ വായുർഗന്ധ നിവാസം. ഒരു പൂവില് കാറ്റടിക്കുകയാണെന്ന് വെച്ചോളൂ. കാറ്റടിക്കുന്ന സമയത്ത് ആ പൂവിന്റെ ഗന്ധം ഈ കാറ്റ് നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചു തരും, അല്ലെ? അപ്പോ ചുറ്റുപാടുമൊക്കെ ഉള്ള ആ ഒരു ചുറ്റുമൊക്കെ നമുക്കൊരു നല്ല ഒരു ഗന്ധം അനുഭവപ്പെടും. അപ്പൊ ജീവൻ എന്താ? ഈ ജീവൻ എന്ന് പറയുന്ന സാധനം ജീവാത്മാവ് ഭഗവാനാണ്. അപ്പൊ ഈ ജീവാത്മാവ് എങ്ങനെയാണോ ഇരിക്കുന്നത്, എന്തിനെയാണോ സ്വീകരിക്കുന്നത്, ഇത് നമുക്കറിയാം ജീവാത്മാവ് വരുന്നത് മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയസുഖങ്ങളും വാസനകളും ഒക്കെ മറ്റു ലോകത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ അതന്നെയാണ് പറയണത് പുനരപി ജനനം പുനരപി മരണം എന്ന് പറയുന്നില്ലേ ഭജഗോവിന്ദത്തില്. അപ്പം സൂക്ഷ്മ ശരീരമാണ് വരികയും പോവുകയും ചെയ്യുന്നത്. ഈ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ഇത് നശിച്ചു പോവും. അപ്പൊ ജീവൻ എന്ന് പറയണത് ഇന്ദ്രിയ വിഷയങ്ങൾ ഇവ വന്നു പോയിക്കൊണ്ടേയിരിക്കും. ജീവനില് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും ഇത് വന്ന് ചേർന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ കർമ്മ ഒടുങ്ങുമ്പോൾ എന്താ ഉണ്ടാവുക? ഇന്ദ്രിയ വിഷയങ്ങൾ ഉൾപ്പെടെ അത് തിരികെ അങ്ങോട്ട് പോകും. അത് തിരികെ പോണ സമയത്ത്
ഇനിയൊരു എന്താ പറയാ ദേഹത്ത് അത് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് നന്നാവണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കർമ്മങ്ങൾ നന്നാവണം. എങ്ങനെയാണോ ഇവിടെ കർമ്മങ്ങൾ ചെയ്തു വെച്ചത്, യച്ഛാപത്കാമതീശ്വര ഗൃഹീദ്വൈതാനി സംയാതി, എങ്ങനെയാണോ നമ്മൾ ഇവിടെ കർമ്മങ്ങൾ ചെയ്തു വെച്ചത് അതിനനുസരിച്ചാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടും വരുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവത്തെ. അയം ഈ ജീവൻ ചെവി കണ്ണ് മൂക്ക് തൊലി പിന്നെന്തായിരുന്നു, കണ്ണ് മൂക്ക് നാക്ക്, അപ്പൊ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ആയിട്ട് നമ്മള് എന്താ പറയാ കുറേ ഇത് അനുഭവിക്കുന്ന കുറേ തന്മാത്രകളുണ്ട്. ഇതിനെയും മനസ്സിനെയും ആശ്രയിച്ചിട്ടാണ് ഈ ലോകത്തിലുള്ള വിഷയങ്ങളെ പിന്തുടർന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും, ഈ മരിച്ചു കിടക്കുന്ന ഒരാളില് ഈ കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, തൊലിയുണ്ട്, ഇല്ലേ, എല്ലാം ഉണ്ട്. അപ്പൊ അയാൾക്ക് കാണാനും കേൾക്കാനും ഒന്നും കഴിയില്ലല്ലോ, അയാൾ മരിച്ചു കിടക്കുക എന്നല്ലേ നമ്മൾ പറയണത്. അപ്പൊ എന്താ അതിനർത്ഥം? അതായത് അവയവങ്ങളെ കൊണ്ടല്ല നമ്മൾ കേൾക്കുന്നത്. അതായത് ഇത് പുറത്തുനിന്ന് ഗ്രഹിക്കാനുള്ള ഒരു ഉപകരണമാണ്. ഇപ്പൊ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണമാണ് ചെവി. എന്തെങ്കിലും ഒരു വാസന കേട്ടാൽ അത് വാസനിക്കാനുള്ള ഒരു ഉപകരണമാണ് അത്. എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ അത് കാണാനുള്ള ഉപാധിയാണ്, ഉപകരണമാണ് കണ്ണ്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. ഇപ്പൊ ചൂട്, തണുപ്പ്, അതിന്ന് നമ്മളെ രക്ഷിക്കാനാണ് ഈ തൊലി. അപ്പൊ അങ്ങനെ അതിനു വേണ്ടി മാത്രമുള്ള അപ്പൊ ഈ ഉപകരണങ്ങളെ കൊണ്ട് നമ്മൾ പുറത്തുള്ള വസ്തുവിനെ കുറിച്ചുള്ള ഒരു രൂപം മനസ്സിൽ പതിപ്പിക്കുക ചെയ്യണം. ഇപ്പൊ ഞാൻ റോട്ടുമ്മ കൂടെ പോകുമ്പോ ഞാനൊരു ഭംഗിയുള്ള പൂന്തോട്ടം കണ്ടു. അപ്പൊ അതൊരു ഡോക്ടറുടെ വീടിന്റെ മുറ്റത്ത് നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. പിന്നെ ആരെങ്കിലും ആ പൂന്തോട്ടത്തെ കുറിച്ച് പറയുമ്പോ എനിക്കത് പിന്നെ കാണേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അത് ഓൾറെഡി എൻ്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. നമ്മളൊരു ഭഗവാന്റെ നാമം കേട്ടു, നല്ല ഭംഗിയുള്ള അന്ന് നാരായണീയത്തിന് സിന്ധുവൊക്കെ പാടിയില്ലേ, എന്ത് രസമല്ലേ. ഇപ്പൊ കൂടെ നമുക്ക് അതിങ്ങനെ കേൾക്കണില്ലേ നമ്മളുടെ ചെവിയില്. നമ്മൾ അന്ന് കേട്ടതാണ്. ആ കേട്ടത് എന്താ ഉണ്ടായത്, നമ്മളത് മനസ്സിൽ പതിപ്പിച്ചു. അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഓരോ ഉപകരണങ്ങൾ തന്നത് ഉള്ളിലേക്ക് പതിപ്പിക്കും. എവിടെ പതിക്കും? നമ്മുടെ മനസ്സിൽ പതിക്കും. അപ്പൊ മനസ്സിൽ പതിക്കുമ്പോ പിന്നെ നമുക്ക് അത് കാണേണ്ട ആവശ്യമില്ല. ഏത് വിഷയമാണെങ്കിലും ശരി, നമ്മളുടെ മനസ്സിൽ പതിഞ്ഞാ പിന്നെ ആ ഒരു ധാരണ, അതായത് മനസ്സിൽ ഇത് ഉണ്ടാക്കുന്ന ആ ഒരു ധാരണ കണ്ട് നമ്മൾ അതിനെ ആസ്വദിക്കും, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാച്ചിട്ട് ഉപേക്ഷിക്കും. എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യും. അപ്പൊ മനസ്സിന്റെ സാന്നിധ്യമാണ് അത് പറയുന്നത്. അപ്പൊ ഈശ്വരനിലേക്കാണ് ഈ മനസ്സിനെ തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബാഹ്യ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അവിടെ എന്തോ നടന്നോട്ടെ, എന്ത് കസർത്ത് നടന്നാലും നമുക്ക് പ്രശ്നമില്ല. ഒന്നും നമ്മളെ ബാധിക്കില്ല. നമ്മള് അന്തർമുഖനായിട്ട് ഈശ്വരനെ മനസ്സ് നമ്മൾ ഈശ്വരീയമായി തിരിച്ചിരിക്കുന്നതുകൊണ്ട് പുറത്ത് നടക്കുന്ന കലാപങ്ങളും പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പ്രശ്നേയല്ല, നമ്മളെ അത് ബാധിക്കുകയില്ല. പക്ഷെ ലൗകികനായ ഒരാൾക്ക് ഭഗവാൻ എന്താ പറഞ്ഞ വെച്ചാല്, ലൗകികനായ ഒരാൾക്ക് ഇതിനെ വേർതിരിച്ച് കാണാൻ ബുദ്ധിമുട്ടാണ്. അയാൾക്ക് മനസ്സിലാവില്ല നമ്മൾ ഈ പറയണത് എന്താ, ജീവാത്മാവോ, ജീവൻ ഇവിടെ ഉണ്ടോ. പണ്ടുള്ളവർ പറഞ്ഞു തരുമായിരുന്നില്ലേ നമുക്ക്, എന്താണ്, നമ്മളെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ ശിവം എന്നാണ് പറയാ. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശവായി. പിന്നെ നമ്മളെ ആരും പേര് വിളിച്ചൊന്നും പറയില്ല. ആ ബോഡി എടുത്തുവോ, ശവം കൊണ്ടുപോയോ, അങ്ങനെയൊക്കെയല്ലേ ചോദിക്കുള്ളൂ. അപ്പൊ ഈ ശിവം എന്ന് പറയുന്ന സാധനമാണ് ആ ജീവാത്മാവ്. അപ്പൊ അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ലൗകികത്തിൽ മാത്രം കുഴഞ്ഞു കളിക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ഭഗവാൻ എന്താ പറയണത്, വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ മനസ്സിലാക്കാൻ ഒരു യോഗിക്കേ കഴിയുള്ളൂ എന്നാണ് ഭഗവാൻ പറയണത്. അപ്പൊ നമുക്കൊക്കെ ഒന്ന് ആശ്വസിക്കുക അല്ലെ, നമ്മളൊക്കെ ആ തീരെ ലൗകികത്തിന്റെ അതെന്നൊക്കെ വിട്ട് നമ്മൾ കുറച്ചൊക്കെ ഉയർന്നു. നമുക്ക് ഭഗവാൻ ഈ പറഞ്ഞു തന്ന ഗീതയൊക്കെ വായിക്കുമ്പോ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സത്സംഗങ്ങളൊക്കെ നമ്മളെ ഒരുപാട് ഉപകരിക്കുന്നുണ്ട് അല്ലെ. നമ്മള്
എന്താ പറയാ, നാരായണീയത്തിൽ കൂടിയും ഭഗവത്ഗീതയിൽ കൂടിയും ഒക്കെ പോണ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈശ്വരൻ ഈ ഉള്ളിലുള്ളത് നമ്മുടെ ഈശ്വരനാണ്. ആ ഈശ്വരൻ തന്നെയാണ് വേറുള്ളവരിലൊക്കെ ഉള്ളത്. അതേ ഈശ്വരൻ തന്നെയാണ് നമ്മൾ ഗുരുവായൂരിൽ പോകുമ്പോൾ ഗുരുവായൂരപ്പനായിട്ട് അവിടെ ഉള്ളത് എന്നൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഏതാണ്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അല്ലെ. നമുക്ക് മനസ്സിലാവും ഇപ്പൊ അത് പറഞ്ഞാല് എന്താണ്. അപ്പം ഭഗവാൻ പറയാണ്, അപ്പൊ ഭഗവാൻ നമ്മളെ ഒരു പടി ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാ ഭഗവാൻ പറയണ എന്താ വെച്ചാല് യോഗികൾക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ 10ാമത്തെ ശ്ലോകം ഉത്ക്രാമന്തം എന്ന് പറഞ്ഞിട്ട് 10ാമത്തെ ശ്ലോകം മുതല് അതിനെ കുറിച്ചാണ് ഭഗവാൻ വർണ്ണിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ അറിവാണ് ഇവിടെ പങ്കുവെച്ചത്. എല്ലാവർക്കും എന്താ പറയാ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഹരി ഓം. ഈ ഒരു അവസരത്തിന് നന്ദി. ഹരി ഓം. ഹരി ഓം. വാക്കപ്പില് ഗിരിജാക്കുണ്ട്. ഗിരിജാക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടാക്കാം? ഹരി ഓം. ഹരി ഓം അക്ക. ഓക്കെ. ഹരി ഓം. ഇപ്പോ അധ്യായം 15 പുരുഷോത്തമ യോഗമാണ്. പേര് പോലെ തന്നെ അത്യന്തം ശ്രുതി മധുരമായ വിശദീകരണത്തിലൂടെ ഭഗവാൻ പുരുഷോത്തമ തത്വത്തെ ഈ അധ്യായത്തിൽ പറയുകയാണ്. എല്ലാവരും വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിനി പറയുന്നത് അധികമാകുമോ എന്നറിയില്ല, ഭയമുണ്ട്. എന്തായാലും ഞാനും ഒന്ന് ശ്രമിക്കുകയാണ്. ഇപ്പോ 13ാമത്തെ അധ്യായത്തിൽ പിന്നെ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പ്രതിപാദിക്കുകയും ക്ഷേത്രം എന്ന സങ്കല്പത്തിൽ നിന്ന് ക്ഷേത്രജ്ഞനെ മോചിപ്പിച്ചാൽ വ്യക്തമാകുന്നത് പരമ്പൊരുളാണെന്ന് ഭഗവാൻ അർജുനനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ഷരത്തിൽ നിന്നും അക്ഷരത്തിൽ നിന്നും അതീതമായ പരമ്പൊരുളിനെ പുരുഷോത്തമൻ എന്ന പേര് നൽകിയാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതുപോലെ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും പുരുഷോത്തമന്മാരായിട്ടാണ് പുരാണങ്ങളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്നതും അത് തന്നെയാണ് അതിന്റെ സത്യവും. അപ്പോ സംസാര വൃക്ഷത്തെ അരയാൽ വൃക്ഷമായി ഉപമിച്ച് പരമാത്മാവും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് മനോഹരമായി ഈ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രപഞ്ചത്തെ തലതിരിഞ്ഞു നിൽക്കുന്ന അരയാൽ വൃക്ഷത്തോട് സാദൃശ്യപ്പെടുത്തി ഭഗവാൻ സനാതന ധർമ്മത്തിന്റെ ഉദാത്തമായ ദർശനത്തെ പറ്റി അർജുനന് ഈ അധ്യായത്തിൽ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോ വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറഞ്ഞത് സർവവൃക്ഷങ്ങളിലും വെച്ച് അരയാൽ വൃക്ഷം ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അശ്വത്ഥ സർവവൃക്ഷാണാം എന്ന് അത് പറയുന്നുണ്ട്. അപ്പോ വളരെ സ്ഥലത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുകയും അതുപോലെ അരയാൽ വൃക്ഷം സർവവ്യാപിത്വത്തെയും അമൃതത്വത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഹൈന്ദവ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും അതുപോലെ അരയാൽ വൃക്ഷത്തിൽ മഹാവിഷ്ണു, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര് അവരുടെ ശക്തി അതുപോലെ സാന്നിധ്യമുണ്ടെന്നും സരസ്വതി, ലക്ഷ്മി, പാർവതി എന്നിവരുടെ ശക്തി സാന്നിധ്യമുണ്ടെന്നും പറയുന്നുണ്ട്. ഈ അരയാലിന്റെ സമർത്ഥമായ ഇലകള് ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന ഊർജത്തെ നൽകുന്നതായി ഭൗതിക ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. പ്രാണവായു ധാരാളമായി അരയാലിന്റെ ഇലകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അരയാൽ വൃക്ഷത്തിന്റെ പടർന്നിരിക്കുന്ന വേരുകൾ ജലത്തെ സംഭരിച്ചു നിർത്തുന്നു. ആധ്യാത്മിക ശാസ്ത്രപരമായും ഭൗതിക ശാസ്ത്രപരമായും അരയാൽ വളരെ പ്രധാനപ്പെട്ട വൃക്ഷമാണ്. അതുപോലെ പ്രളയകാലത്ത് ഭഗവാൻ അരയാലിന്റെ ഇലയിൽ ശയിക്കുന്നതായി പുരാണ ഇതിഹാസങ്ങളിൽ പറയുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ നാം കാണുന്ന ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നത് യോഗശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. നിശ്ചലമായ പരബ്രഹ്മ ചൈതന്യത്തിന് സ്പന്ദനം സംഭവിച്ചപ്പോൾ ശബ്ദമുണ്ടായെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, ഒരു കാര്യം കൂടി പറയാം. അധശ്ചോർധ്വം പ്രസൃതാസ്ത അസ്യ ശാഖ, പ്രസൃതാസ്ത അസ്യ ശാഖ. സംസാര വൃക്ഷത്തിന്റെ, അതായത് പ്രപഞ്ചവൃക്ഷം,
ശാഖകൾ കീഴോട്ടും മേലോട്ടും വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു. വിശ്വമനസ്സിന്റെ, അതായത് സമഷ്ടി മനസ്സ്, ഭാഗമായ വ്യക്തി മനസ്സ്, അതും വ്യഷ്ടി മനസ്സ്, ആത്മീയമായ ഉന്നതിക്കായിട്ട് മേൽപോട്ടേക്ക് ഒഴുകുന്നു. എങ്കിലും ചിലപ്പോൾ വാസനാബലത്താൽ താഴോട്ടേക്കും ഒഴുകുന്നു. മനുഷ്യ മനസ്സിൽ സച്ചിന്തയും ദുഷ്ചിന്തയും വിളയാടുന്നു എന്ന കാര്യം ഭംഗ്യന്തരേണ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഗുണപ്രവൃത്ത മനസ്സ് ത്രിഗുണ സഞ്ചയമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സത്വരജസ് തമോ ഗുണങ്ങളായ മനസ്സ് പലതിലും വ്യാപരിക്കുകയും ഏകാഗ്രത കിട്ടാതെ അസ്വസ്ഥമാവുകയും ചെയ്യുമ്പോൾ ഈ ത്രിഗുണാന്തർഗതമായ മനസ്സിനെ പറ്റി ഭഗവാൻ ഗുണത്രയ വിഭാഗ യോഗത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷയപ്രവാലാ, വിഷയങ്ങളെ ഭഗവാൻ വൃക്ഷത്തളിരുകളായിട്ട് ഉപമിച്ചിട്ടുണ്ട്. കൊമ്പുകളിൽ ആദ്യം കാണുന്ന തളിരുകളാണല്ലോ പിന്നീട് ഇലകളായി രൂപാന്തരം പ്രാപിക്കുന്നത്. അതുപോലെ നാനാ പ്രാപഞ്ചിക വിഷയങ്ങളിൽ മനസ്സിൽ തളിരുകളായി പ്രത്യക്ഷപ്പെട്ട് വികാസം പ്രാപിക്കാൻ വെമ്പുകയാണ്. പിന്നെയും ഒരുപാട് പറയുന്നുണ്ട്, എന്നാലും ഞാൻ അധികം വിസ്തരിക്കുന്നില്ല. എനിക്ക് ഇതിന് ഒരു അവസരം തന്നതിൽ പ്രത്യേകം നന്ദിയും നമസ്കാരവും നമ്മുടെ സമിതിയോടും സംഘാടകരോടും അറിയിക്കുകയാണ്. ഹരി ഓം ഗിരിജാക്ക. ഇന്ന് നമ്മള് 141 ദിവസമാണ് ഭഗവത്ഗീത പഠിച്ചത്. ചാപ്റ്റർ 15 പുരുഷോത്തമ യോഗത്തിന്റെ 9 ശ്ലോകങ്ങൾ ഇന്ന് പഠിക്കുകയുണ്ടായി. ഇതിൽ പങ്കെടുത്ത ധ്യാന ശ്ലോകം ചൊല്ലിയ നിഷാക്ക വളരെ ഭംഗിയായി ആ ധ്യാന ശ്ലോകം ഇവിടെ സമർപ്പിച്ചു. നിഷാക്കയ്ക്ക് ഏറെ സ്നേഹത്തോടെ ആദരവോടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ചാറ്റിംഗ് റിവിഷൻ ചെയ്ത രാജലക്ഷ്മി അക്ക 3 ശ്ലോകങ്ങളാണ് ചെയ്തത്. രാജലക്ഷ്മി അക്കയും വളരെ നന്നായിട്ട് ആ ശ്ലോകങ്ങൾ പാടി പാരായണം ചെയ്തു. രാജലക്ഷ്മി അക്കയ്ക്ക് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നന്ദി പറയുന്നു. അതുപോലെ എല്ലാ ശ്ലോകങ്ങൾക്കും ചാറ്റിംഗ് ഗൈഡൻസ് ചെയ്തത് നമ്മുടെയൊക്കെ ഏറെ ആദരണീയ രമാക്കയാണ്. രമാക്കയെ ഏറെ ബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു. ശ്ലോകങ്ങൾ 4, 5, 6 റെപ്പിറ്റേഷൻ ചാറ്റിംഗ് ചെയ്ത സരസ്വതി ഡി ഒക്കെയാണ്. രമാക്ക പറഞ്ഞു തന്ന ശ്ലോകങ്ങൾ നല്ല കൃത്യമായും വ്യക്തതയോടെയും പാരായണം ചെയ്തിട്ടുണ്ട്. അക്കയ്ക്ക് ഏറെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ പ്രജിതാക്കയായിരുന്നു. വളരെ വിശദീകരിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തില് പ്രജിതാക്ക വളരെ ഉദാഹരണങ്ങളോടുകൂടി തന്നെ അത് പ്രസന്റ് ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട്. പ്രജിതാക്കയ്ക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള 7, 8, 9 ശ്ലോകങ്ങൾ പാരായണം ചെയ്തത് സരോജിനി ഒക്കെയാണ്. അക്കയ്ക്കും ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ഗംഗ അറക്ക വളരെ നന്നായിട്ട് പഠിപ്പിച്ചു തന്നു. എല്ലാവർക്കും ഒരിക്കലും മറക്കാതിരിക്കത്തക്ക രീതിയിൽ വളരെ ഉദാഹരണങ്ങളോടുകൂടി തന്നെ ഓരോ ഇൻസിഡന്റും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന രീതിയിൽ തന്നെ ഒരിക്കലും മറക്കാത്ത തരത്തില് ഗംഗ അറക്ക നന്നായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഗിരിജാക്ക കുറച്ച് വിവരങ്ങൾ കൂടി നമുക്ക് ഉള്ള സമയം കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രസന്റ് ചെയ്തു. ഗിരിജാക്കയും സരോജിനിയൊക്കെയും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുവാണ്. സമിതിക്ക് വേണ്ടിയും എൻ്റെ പേരിലും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ യോഗ ബന്ധുക്കൾക്ക് വേണ്ടിയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഹരി ഓം. ഗോപണ്ണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും കൈകൾ നമസ്കാരസ്ഥിതി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.